ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബനാന മിൽക്ക് ഷേക്കാണ്. ഒരേ സമയം നമ്മുടെ വിശപ്പും മാറും, നമ്മുടെ ദാഹവും മാറും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ കാണത്തുള്ളൂ. നമ്മുടെ ഈ ബനാന മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പഴം തന്നെയാണ്. ഞാനിപ്പോൾ 3 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇത് മോറീസ് പഴം എന്നും പറയും. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതെടുത്താലും മതിയാവും. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ 1 മതി. മോറീസ് ആണെന്നുണ്ടെങ്കിൽ, ചെറിയ മോറീസ് ആണെന്നുണ്ടെങ്കിൽ 3 പഴം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഹോർലിക്സ് ആണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അപ്പോൾ ഹോർലിക്സിന് പകരം ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് അളവിൽ പാലെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. 1 സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം വന്നിട്ട് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും, വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഐസ്ക്രീം ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഷുഗർ കുറച്ച് ചേർത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഷുഗർ എടുത്തിട്ടുള്ളത്, അതും ചേർക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു ചെറിയൊരു പീസ് കറുവാപ്പട്ട. അപ്പോൾ നമ്മൾ ഈ കറുവാപ്പട്ടയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ലാത്തതുണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ചെറിയൊരു പീസ് ചേർത്താൽ മതിയാവും. വലിയ പീസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും, അതിൻ്റെ പേരിൽ ചെറിയൊരു പീസ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നാൽ ശരി, ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരട്ടെ. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന ഡ്രിങ്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ, വളരെ ടേസ്റ്റിയാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീട്ടിലിപ്പോൾ ചൂട് കാലമായതിൻ്റെ പേരിൽ പഴമൊക്കെ ഒരുപാട് പേര് വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.